അങ്ങനെ ഡിസ്കഷനും പ്ലാനിങ്ങും പാക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ എയർപോർട്ടിലെത്തി. ഇവിടുന്ന് നേരെ ഇനി ഫ്ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ഇറ്റലിയിലെ പിസയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഈ ഒരു ട്രാവൽ സീരീസിൽ കുറച്ച് ഫൺ എലമെന്റ്സ് കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കല്ലേ. പിസയിൽ എന്താണ് ഫേമസ് ആയിട്ടുള്ളതെന്ന് ഞാൻ പറയാതെ തന്നെ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഒരു ചെറിയൊരു എഞ്ചിനീയറിംഗ് മിസ്റ്റേക്ക് കാരണം ലോകത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ടിൽറ്റ് ബിൽഡിംഗിൽ ഒന്നായിരിക്കുകയാണ് ലീനിങ് ടവർ ഓഫ് പിസ അഥവാ ചെരിഞ്ഞ ഗോപുരം. ഈ ലീനിങ് ടവർ ഓഫ് പിസ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ടുള്ള മിസ്റ്റർ ഹസ്ബൻഡിന്റെ മനസ്സിലൂടെ എന്തൊക്കെയാ പോയെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഡെഫിനറ്റ്ലി എ ഫൗണ്ടേഷൻ ഇഷ്യൂ. എഞ്ചിനീയേഴ്സ് ഉറപ്പായും സോയിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. M20 കോൺക്രീറ്റ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ബിൽഡിംഗ് കോഡ്സ് ഒക്കെ പാസ്സായിക്കാണോ? ഈ സ്ട്രക്ചർ ഒന്ന് എൻ്റെ FEM സോഫ്റ്റ്വെയറിൽ മോഡൽ ചെയ്യാൻ പറ്റുമോ? എന്തായാലും ഫൗണ്ടേഷൻ കൂടെ കാണുന്ന രീതിയിലൊരു ഫോട്ടോ എടുക്കാം. വീട്ടിൽ ചെന്നിട്ട് ടിൽറ്റ് ആംഗിളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. സത്യം പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ എനിക്ക് ക്ലാസ് എടുത്ത് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാണ് ചെരിഞ്ഞു പോയത്, സോയിൽ എന്താണ് സംഭവിച്ചത്, എക്സെട്ര എക്സെട്ര. ഇനി എൻ്റെ മനസ്സിൽ കൂടെ എന്താണെന്ന് പോയെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇത് എന്തൊരു തിരക്കായത്, ഇവർക്കൊക്കെ വീട്ടിലിരുന്നൂടെ? ഞാൻ പ്ലാൻ ചെയ്ത അതേ ദിവസം തന്നെ എല്ലാവരും കെട്ടിയെടുത്തതിനാണ് വരുന്നത്. എവിടെ പോയി നിന്ന് ഈശ്വര സൗകര്യമായിട്ടൊന്ന് ഫോട്ടോ എടുക്കുക. പിസയെ പറ്റിയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എടുക്കണം, ട്രാൻസിഷൻ വീഡിയോ എടുക്കണം, കുറെ ഫോട്ടോ എടുക്കണം. ഈശ്വര എന്തൊക്കെ ചെയ്യാനുണ്ട്. ഈ ആൾക്കാരൊന്നും മാറുന്നില്ലല്ലോ. ഒരു ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ അങ്ങോട്ട് മാറിക്കൂടെ? ബാക്കിയുള്ള നിങ്ങളുടെ കുന്തം കഴിയുമ്പോൾ പോലെ നിൽക്കുന്ന ഇവർക്കൊന്നും കണ്ടുകൂടി. ജാക്കറ്റ് ഇട്ട് ഫോട്ടോ എടുക്കണോ, ജാക്കറ്റ് ഇടാതെ ഫോട്ടോ എടുക്കണം? എനിക്കറിയത്തില്ല. ഇങ്ങനെയൊരു പോസ്, തള്ളി മറിക്കുന്ന ഒരു പോസ് ഉണ്ടായിരുന്നല്ലോ. ഇത് ഏത് ആംഗിളിൽ നിന്നാലാണോ തള്ളി മറിക്കുന്ന ഒരു? ഈശ്വര എനിക്കാകെ കൺഫ്യൂഷൻ ആവുന്നു. ഈ ചെരിഞ്ഞ ഗോപുരം അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിസയിൽ ഞങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് അടുത്ത ട്രെയിൻ എടുത്തിട്ട് ഞങ്ങൾ നേരെ റോമിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ആ ഒരു ദിവസം അവിടെ റെസ്റ്റ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ വത്തിക്കാൻ സിറ്റിയിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക കാണാനായിട്ട് പോയി. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള കാത്തലിക് ചർച്ചാണ് ഈ ഒരു സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഇതൊരു മാസീവ് കൺസ്ട്രക്ഷൻ തന്നെയായിരുന്നു കേട്ടോ. ആ കാണുന്ന ഡോമിൽ നമ്മൾ ക്ലൈംബ് ചെയ്ത് കയറി കഴിഞ്ഞാൽ വത്തിക്കാൻ സിറ്റിയുടെ ഫുൾ വ്യൂ നമുക്ക് ടോപ്പിൽ നിന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും വലിയൊരു മാസീവ് കൺസ്ട്രക്ഷൻ, ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു ചേർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു ചേർച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്ന് നിന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് മിസ്റ്റർ ഹസ്ബൻഡ് എന്താ ചെയ്തതെന്ന് കണ്ടാലോ. എടാ, ഞാനത് നിന്നെ ഏൽപ്പിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. അത് പെട്ടെന്ന് സെൻഡ് ചെയ്തേക്കണം കേട്ടോ ക്ലയൻറ്റിന്. അത് അവർ ചേസ് ചെയ്ത് തുടങ്ങി. ആ ട്രിപ്പ് കുഴപ്പമില്ലടാ. ഇവിടെ രാവിലെ എന്നെ എവിടെയോ കൊണ്ടുവന്നേക്കുന്നോ, വത്തിക്കാനോ ശുദ്ധിക്കാനോ അങ്ങനെ എന്തോ. Meanwhile, she. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഓഫീസിലോട്ട് വിളിച്ച് സംസാരമൊക്കെ ആയിരുന്നു. ഞാനതിനിടയിൽ കുറേ ഫോട്ടോ തട്ടിക്കുട്ടി കേട്ടോ. ഈ ചർച്ചിൻ്റെ ഇൻസൈഡ് പോർഷൻ ഭയങ്കര ഗ്ലോറിയസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചർച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഡോമിൽ ക്ലൈം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ചർച്ചിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു പോസ്റ്റ് ഓഫീസ് കേട്ടോ. അപ്പം വത്തിക്കാൻ സിറ്റിയിൽ വന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒരു പോസ്റ്റ് കാർഡ് സെൻഡ് ചെയ്യാതെ തിരിച്ചു പോകുന്നത്? അതുകൊണ്ട് ഞങ്ങളുടെ 2 വീട്ടിലേക്കും പോസ്റ്റ് കാർഡ് സെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോമിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പാന്തയോൺ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സ്ട്രീറ്റ്സിലൂടെയും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ സ്ട്രീറ്റ്സും ഇവിടുത്തെ ആ ഒരു സിറ്റി വൈബും ഒക്കെ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയും സൂപ്പറായിരുന്നു. ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ള സിറ്റി വൈബിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റോമായിരുന്നു കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയേ വേണ്ട. അതുകൊണ്ട് തന്നെ ഫുഡിനെ പറ്റിയിട്ട് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടൊരു വ്ളോഗ് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വത്തിക്കാൻ സിറ്റിയും റോം സിറ്റി സെൻറ്ററും ഒക്കെ കവർ ചെയ്തിട്ട് അന്ന് രാത്രി നമ്മൾ സുഖമായിട്ട് പോയി കിടന്നുറങ്ങി. ഇനി നാളെ രാവിലെയാണ് നമ്മുടെ മെയിൻ സ്ഥലമായിട്ടുള്ള ട്രെവി ഫൗണ്ടനും കൊളോസിയും ഒക്കെ വിസിറ്റ് ചെയ്യാനുള്ളത്. റോമിൽ തന്നെ വളരെയധികം ഫേമസ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള 2 ലാൻഡ്മാർക്കാണ് ട്രെവി ഫൗണ്ടനും കൊളോസിയും. ഇവിടുത്തെ ലോക്കൽസിൻ്റെ ഇടയിൽ ഈ 2 സ്ഥലങ്ങളെ പറ്റിയിട്ടും ട്രെവി ഫൗണ്ടനെയും കൊളോസിയത്തിനെയും പറ്റിയിട്ടും ഒരുപാട് ഹിസ്റ്ററിയും ബിലീഫ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ട്രെവി ഫൗണ്ടനിൽ നിന്ന് ഒരു 20 മിനിറ്റ് നടന്നിട്ട് റോമിലെ പുരാതനമായിട്ടുള്ള പഴയ കെട്ടിടങ്ങളൊക്കെ കണ്ട് നമ്മൾ 7 വണ്ടേഴ്സിലൊന്നായ നമ്മുടെ കൊളോസിയം വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കൊളോസിയത്തിന് സ്ട്രക്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ മിസ്റ്റർ ഹസ്ബൻഡിൻ്റെ മനസ്സിലൂടെ പോയ ചിന്തകൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കിയാലോ. സ്മാർട്ട് ലേഔട്ട്, ബെറ്റർ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ, നോട്ട് ബാഡ് ഫോർ 80s AD. എൻ്റെ അമ്മോ, ആർക്സ് ഒക്കെ കണ്ടോ. റോമൻ എഞ്ചിനീയറിങ് സമ്മതിക്കണവരെ. ഇതിൻ്റെ ഫ്ലോർ പ്ലാൻ ഒന്ന് കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. ലൈവ് ലോഡൊക്കെ എങ്ങനെയായിരിക്കും അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? സ്റ്റെബിലിറ്റി, സോയിൽ കോമ്പാക്ഷൻസ് ചെയ്തിട്ടുണ്ടാവും. Meanwhile, she.
അയ്യോ, അങ്ങനെ ഒരു വിധത്തിൽ റോമിലെ മെയിൻ സ്പോട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ നേരെ സ്പാനിഷ് സ്റ്റെപ്പിലേക്ക് വന്നു കേട്ടോ. ഇവിടെ എന്നല്ല, ഏതൊരു സ്ഥലം വിസിറ്റ് ചെയ്താലും നമ്മൾ കുറച്ച് ഏർലി മോർണിംഗ് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ, അല്ലെ വമ്പൻ തിരക്കായിരിക്കും. അങ്ങനെ 2 ദിവസം റോമിനോട് യുദ്ധം ചെയ്തിട്ട് നമ്മൾ തിരിച്ചിതേ പോവാണ്. നമ്മൾ UK പോകുന്നത് കേട്ടോ, നമ്മൾ നേരെ നെതർലൻഡ്സിലേക്കാണ് പോകുന്നത്. അവിടെ ഇനി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും അടുത്തതൊരു നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള വ്ളോഗായിരിക്കും. അയ്യോ, അതിനു മുന്നേ ഇറ്റലിയുടെ കുറച്ച് ഫുഡ് ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതും കൂടെ കണ്ടിട്ട് നമുക്ക് നെതർലൻഡ്സിന്റെ വ്ളോഗ് തുടങ്ങാം. അപ്പം ഈ വ്ളോഗ് എന്തായാലും ഇത്രേ ഉള്ളെന്ന് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഫുഡ് ടൂറിന്റെ വ്ളോഗിൽ കാണാം. അപ്പം ശരി.